ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നും ഉത്തരവാദികൾ ക്രൈസ്തവരോട് മാപ്പ് പറയണമെന്നും ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ. കന്യാസ്ത്രീകളുടെ അറസ്റ്റിലും തുടർച്ചയായി നടക്കുന്ന ക്രൈസ്തവ വിശ്വാസ ധ്വംസനങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ച് കടുത്തുരുത്തി സെന്റ് മേരീസ് താഴത്തുപള്ളി ഫൊറോനയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തിൽ നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെറ്റുകൾ തിരുത്തണം, അടിസ്ഥാനമില്ലാതെ വ്യാജമായി കുറ്റം ചാർത്തിയ FIR അടിയന്തരമായി റദ്ദാക്കണമെന്നും തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും ആൾക്കൂട്ട വിചാരണ നടത്തിയവർക്കെതിരെയും നിയമപരമായ നടപടികൾ വേണമെന്നും ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ ആവശ്യപ്പെട്ടു. പാടില്ലാത്ത കാര്യം തന്നെയാണ് ചെയ്തത്. അദ്ദേഹം ദുരൂഹമെന്ന് പറയട്ടെ, പാടില്ലാത്തവരെ വിവരമറിയിക്കുകയും അവര് കടന്നു വന്ന് ഈ പാവപ്പെട്ട യാത്രക്കാരെ പരസ്യ വിചാരണ നടത്തുകയുമാണ്. പരസ്യ വിചാരണ എന്നുള്ളതല്ല ശരിയായ പദം, ആൾക്കൂട്ട വിചാരണ എന്നുള്ളതാണ്. എന്താണ് ആൾക്കൂട്ട വിചാരണ? പോലീസുകാരുടെയും കോടതിയുടെയും അവകാശങ്ങളെ കവർന്നെടുത്ത് യാതൊരു യോഗ്യതയുമില്ലാത്ത ആളുകളെ, പാവപ്പെട്ടവരെ ചോദ്യം ചെയ്യുന്നതും ശാരീരികവും മാനസികവുമായി അവരെ പീഡിപ്പിക്കുന്നതുമാണ്. ആർക്കാണ് ഇതുപോലെയുള്ള വിചാരണ നടത്താൻ ഭരണഘടന അനുമതി നൽകുന്നത്? യോഗത്തിൽ മാന്നാർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ സിറിയക്ക് കൊച്ചു കൈപ്പെട്ടിയിൽ, താഴത്തുപള്ളി സഹവികാരിമാരായ ഫാദർ ജോൺ നടുത്തടം, ഫാദർ ഏബ്രഹാം പെരിയപ്പുറം, സിസ്റ്റർ റിൻസി SABS, സോണി ജോസഫ് ആദപ്പള്ളിയിൽ, സന്തോഷ് നടുപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. മദർ സുപ്പീരിയർ സിസ്റ്റർ ടിൻസ SABS പ്രമേയം അവതരിപ്പിച്ചു. പ്രതിഷേധ യോഗത്തിന് മുന്നോടിയായി നടന്ന വാ മൂടിക്കെട്ടിയുള്ള പ്രതിഷേധ റാലിയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. താഴത്തുപള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി മാർക്കറ്റ് ജംഗ്ഷൻ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. സ്ത്രീകളുമെല്ലാം അണിനിരക്കുന്ന നൂറുകണക്കിന് വിശ്വാസികൾ ഒരു വിശ്വാസ സമൂഹമാകെ അണിനിരക്കുന്ന റാലി, നീതി തേടിയുള്ള സമാധാന റാലി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. നീതി തേടിയുള്ള സമാധാന റാലി ഇതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടുത്തുരുത്തി താഴത്തുപള്ളി അങ്കണത്തിൽ നിന്നും അല്പസമയങ്ങൾക്കുള്ളിൽ ആരംഭിച്ചു. ഛത്തീസ്ഗഡിൽ കേവലം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് പ്രതിഷേധ യോഗം ആരംഭിച്ചു. കടുത്തുരുത്തി താഴത്തുപള്ളി ഇടവകാംഗങ്ങളും ഫൊറോനയുടെ പരിധിയിലെ വിവിധ പള്ളികളിൽ നിന്നുള്ള വിശ്വാസികളും റാലിയിലും യോഗത്തിലും പങ്കെടുത്തു. ജോസ് ജെയിംസ് നിലപ്പനക്കൊല്ലി, ജോർജ് ജോസഫ് പാട്ടത്തിക്കുളങ്ങര, മനോജ് ജോസഫ് പുലിയിരിക്കുംതടം, തോമസ് വെട്ടുവഴി, ബെന്നിച്ചൻ പുതുകുളത്തിൽ, ടോമി നിലപ്പന, PC ജോസഫ് പന്തിരുപ്പറ, മറ്റു സംഘടനാ ഭാരവാഹികൾ, പള്ളി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. i4A ന്യൂസ്, ഏറ്റുമാനൂർ.